ഇപ്രകാരം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ആയുസ്സിൽ ഞങ്ങളുടെ ആയുസ്സിൽ തന്ന വിലപ്പെട്ട ഭാഗ്യത്തിനായി ഹൃദയംഗമായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയുള്ളവരാണ്. ഇപ്രകാരം ലോകമെമ്പാടും ഈ മീഡിയയിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു വരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇപ്രകാരം തുടർമാനമായി ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ദൈവം തരുന്ന ഈ വിലപ്പെട്ട ഭാഗ്യത്തിനായി അവസരത്തിനായി ഹൃദയംഗമായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഇപ്രകാരം തുടർച്ചയായി നിങ്ങൾ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നതിൽ ദൈവത്തിൻ്റെ ആലോചന ശ്രദ്ധിക്കുവാനായി ചില മിനിറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും നിങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളോട് നന്ദിയുള്ളവരാണ്. ഈ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ആ വലിയ മനസ്സിന് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുവാനായി വളരെ പ്രാർത്ഥനയോടെ ഈ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. വലിയവനായ ദൈവം ഈ മണിക്കൂറുകളിൽ നിങ്ങളെ സഹായിക്കും, നിങ്ങളെ ശക്തീകരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിനുണ്ടാകും, നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നിങ്ങളുടെ ജീവിതത്തിന്മേൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും വരുവാൻ സർവശക്തനായ ദൈവം ഇതിനെ മുഖാന്തരമാകും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിശ്ചയമായും ആ ഭാഗ്യാവസ്ഥയിലേക്ക് തമ്പുരാൻ നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ എപ്പിസോഡുകളിലൊക്കെ കേട്ടുകൊണ്ടിരുന്ന വിഷയം മനുഷ്യൻ എന്നുള്ള വിഷയമാണ്. മനുഷ്യൻ എന്നുള്ള വിഷയത്തിൽ നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹി അഥവാ സോളിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മനുഷ്യന്റെ ശരീരത്തെ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ ഓർഗൻസും ഓരോ അവയവങ്ങൾ, ആന്തരിക അവയവങ്ങളും പുറമേയുള്ള അവയവങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എത്ര ഭയങ്കരവും അതിശയവുമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ആന്തരിക അവയവങ്ങളിലുള്ള ചില അത്ഭുതാവകമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മനുഷ്യന്റെ ഒരുപക്ഷെ ബുദ്ധിക്ക് അപ്രമേയമായ നിലയിലാണ് തമ്പുരാൻ ഇതെല്ലാം വളരെ അടുക്കും ചിട്ടയുമായി സൃഷ്ടിച്ച് നമ്മുടെ ഈ ഭൂമിയിലേക്ക് ഈ ശരീരത്തോടുകൂടി ആക്കിയിരിക്കുന്നത്. ഈ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്ന മനുഷ്യന് അകത്തുള്ള മനുഷ്യന്റെ ഒരു ആവരണം അല്ലെങ്കിൽ ഉടുക്കുക എന്നുള്ള വാക്ക്, ഉടൽ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ അകത്തെ മനുഷ്യന്റെയും പുറത്തെ മനുഷ്യന്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ രണ്ട് വേദഭാഗങ്ങൾ അത് വായിച്ചു കേൾക്കുമ്പോൾ ചില ഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാൻ അത് സഹായകരമായിരിക്കും. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. ആ ഭാഗത്ത് നിങ്ങൾക്ക് ചില സത്യങ്ങൾ മനസ്സിലാകും. എഫേഷ്യൻസ് ചാപ്റ്റർ 3:16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അകത്തെ മനുഷ്യൻ എന്നുള്ള ഒരു പ്രയോഗം ബൈബിളിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. മറ്റൊരു ഭാഗം കൂടെ വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം നമുക്ക് അവിടെ ശ്രദ്ധേയമാണ്. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കണമേ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ രണ്ട് വാക്കുകൾ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചു. അകമയുള്ള മനുഷ്യൻ എന്ന് ആദ്യം വായിച്ചു കേട്ടു. അത് പൗലോസ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അകമയുള്ള മനുഷ്യൻ. ഇവിടെ നമ്മൾ രണ്ടാമതായിട്ട് വായിച്ചു കേട്ടു. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ നമ്മുടെ പ്രത്യാശയെ, ദൈവമക്കളുടെ ലോകത്തിലെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവദാസൻ പറയുകയാണ്, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ, അത് നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ ഈ കാണുന്ന പുറമേയുള്ള ശരീരത്തെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യന്റെ പ്രാധാന്യത വേദപുസ്തകം ഒട്ടും കുറച്ച് കളയുന്നില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പുറമേയുള്ള ശരീരമാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവർ ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അതിനുവേണ്ടിയാണ് അത്യധ്വാനം
ഒരുപക്ഷെ നമ്മുടെ ഈ പുറമേയുള്ള ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ ആകമാനം ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും എല്ലാ കാര്യങ്ങളും, നമ്മുടെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ശരീരത്തോട് വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധേയമായ കാര്യം, അതിന് വലിയ പ്രാധാന്യം ദൈവവചനം നൽകുന്നില്ല. അകത്തെ മനുഷ്യൻ, ഏറ്റവും വിലയുള്ള നമ്മുടെ അകത്തെ ആത്മാവിനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഏറ്റവും വിലയുള്ള ആത്മാവ്, ഏറ്റവും വിലയുള്ള അകത്തെ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ്. പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിക്കുന്നു എന്നുള്ള ഒരു വാക്ക് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. പല ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ ശരീരത്തിൽ പീഡനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്, രോഗങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, പല പ്രാവശ്യം താൻ പട്ടിണി കിടന്നതായിട്ട് വായിക്കുന്നുണ്ട്. ഒരു നാളിൽ തനിക്കറിയാം ഈ ശരീരം ഈ ലോകത്തോട്, ഈ മണ്ണിനോട് ചേരാനുള്ളതാണ്. എന്നാൽ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സഭാപ്രസംഗിയുടെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോയി ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതം എത്ര ക്ഷണികമാണെന്നും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നും ലോകത്തിലേക്കും ഏറ്റവും വലിയ ബുദ്ധിമാൻ അല്ലെങ്കിൽ ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് ലോകം തന്നെ വിളിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇതിന്റെ എഴുത്തുകാരൻ. സഭാപ്രസംഗി എന്ന് പറയുന്നത് ശലോമോനാണ് എഴുതിയത് എന്ന് നമുക്ക് വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും. ഇവിടെ 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക്, സഭാപ്രസംഗി 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. 9-ാം വാക്യം ഒന്ന് വായിക്കണമേ. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു, ശലോമോൻ പറയുകയാണ്, യൗവനക്കാരാ, നീ നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. ചെറുപ്പക്കാരോട് പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ആ ഭാഗങ്ങൾ, ആ വാക്യങ്ങളൊക്കെ തന്നെ വായിച്ചാൽ വിചാരിക്കും, ലോകത്തുള്ള പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ വിചാരിക്കും, അയ്യോ ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ വേദപുസ്തകത്തിലുണ്ടോ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ പൊക്കോളാനാണ് പറയുന്നത്. എന്നാൽ അടുത്ത വാക്യങ്ങൾ വളരെ അല്പം ഭയം തരുന്നതാണ്. എന്നാൽ ഇവയൊക്കെ നിമിത്തം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, ഒരു നാളിൽ ന്യായവിസ്താര നാളിലേക്ക് നാം വരേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വേദപുസ്തകത്തിലെ വളരെ അതിപ്രധാനമായ വാക്യങ്ങളിൽ ഒന്നാണ്. അവിടെ പറയുന്നു, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. എന്നാൽ അടുത്ത 31-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ദൈവം ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കേണ്ടതിന് ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ന്യായം വിധിക്കുവാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ന്യായവിധി നാളിൽ താങ്കളും ഞാനും ആ ന്യായവിധി നാളിൽ വന്നേ മതിയാവും. ദൈവത്തിന്റെ വചനം സത്യമാണെങ്കിൽ ആ മാറ്റമില്ലാത്ത വചനത്തിൽ പ്രകാരം ആ ന്യായവിധിയുടെ ഒരു നാളുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, എന്നാൽ യൗവനക്കാരോട് കൊടുക്കുന്ന സാരോപദേശത്തിൽ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതലുള്ള വാക്യങ്ങളാണ്. നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ താഴോട്ട് കാണുവാനായിട്ട് നമുക്ക് കഴിയും. വായിക്കണമേ. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമല്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. ഇവിടെ യൗവനക്കാർ കൊടുക്കുന്ന സാരോപദേശത്തിൽ ശലോമോൻ പറയുകയാണ്, നിനക്കിഷ്ടമില്ല അഥവാ എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന ഒരു നാൾ സമീപിക്കുമെന്നാണ് താൻ പറയുന്നത്. അത് ഏത് നാളായിരിക്കും? മനുഷ്യൻ താൻ തന്നെ പറയുകയാണ്, എനിക്കിനിയും ജീവിക്കാനായിട്ട് ഇഷ്ടമില്ല എന്ന് പറയുന്ന നാള് അത് പ്രായമാകുന്ന സമയമായിരിക്കും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വെളിച്ചമില്ലാത്ത നാളുകൾ,
മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യുന്ന നാളുകൾ എന്ന് പറയുന്നത് വേദപുസ്തക പ്രകാരം അതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സായാഹ്ന സമയമാണ്, അഥവാ വാർദ്ധക്യ സമയമാണ്. അവിടെ നമ്മളൊരു വാക്യം വായിച്ചു കേട്ടു. അതിന്റെ മൂന്നാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു, അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ ഈ ശരീരത്തെ ദൈവത്തിന്റെ വചനം ഒരു വീടിനോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ഒരു വീടിനോട് അങ്ങനെ സാദൃശ്യപ്പെടുത്തി ശലോമോൻ പറയുമ്പോൾ അന്ന് എന്ന് പറയുന്നത് എന്നാണ്? മനുഷ്യന്റെ വാർദ്ധക്യമാകുമ്പോൾ അന്ന് ഈ വീടിന്റെ കാവൽക്കാരായിട്ടുള്ള ആളുകൾ വിറയ്ക്കാൻ തുടങ്ങും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വീടിന്റെ, ഈ ശരീരത്തിന്റെ കാവൽക്കാരാരാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ നമ്മുടെ ഈ നല്ല യൗവനത്തിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ കാവൽക്കാരായി നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മുടെ കാവൽക്കാരായി നിൽക്കുന്നത് നമ്മുടെ കൈകാലുകളാണ്. നമ്മുടെ കൈ കൊണ്ടാണ് ഒരാൾ അടിക്കാൻ വന്നാൽ, ഒരാൾ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ തടയുക ചെയ്യുന്നത്. അപ്പോൾ വേദപുസ്തകം പറയുന്നു, വാർദ്ധക്യമാകുമ്പോൾ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? ബലവാന്മാർ കുനിയും. നല്ല നട്ടല്ലോടെ നിവർന്ന് നടന്നിരുന്ന ആള് പ്രായമാകുമ്പോൾ അദ്ദേഹം കുനിയാൻ തുടങ്ങും. എന്താ കാരണം? ബലവാനായ നട്ടല് കുനിഞ്ഞു പോകുന്നു. ബലവാൻ കുനിയും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യത്തിലേക്ക് എത്തുമെന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത വാക്യത്തിലോ? അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് വായിൽ 32 പല്ലും ഉണ്ടായിരിക്കാം. എന്നാൽ പ്രായം ചെന്ന് കഴിയുമ്പോൾ, താങ്കൾ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ താങ്കളുടെ ശരീരത്തിലുള്ള വായില് ചില പല്ലുകൾ കൊഴിഞ്ഞു പോകാനിടയായി തീരും. ദൈവത്തിന്റെ വചനം പറയുന്നു, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ എന്താണ് പറയുന്നത്? ശ്രദ്ധിക്കുക. കിളിവാതിലിൽ കൂടി നോക്കുന്നവർ. താങ്കൾ ഞങ്ങളെ ഇപ്പോൾ 2 കിളിവാതിലുകൾ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരായ ആളുകൾക്ക് എല്ലാവർക്കും നല്ല കാഴ്ചയുണ്ട്. എല്ലാ കാര്യങ്ങളും കാണത്തക്കവണ്ണം നല്ല കാഴ്ചയുള്ളവരായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, പ്രായമാകുമ്പോൾ നമ്മുടെ ഈ 2 കിളിവാതിലുകൾ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ണുകൾ അന്ന് കാഴ്ചയില്ലാതെയാകും. അന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, കിളിവാതിൽ കൂടെ നോക്കുന്നവർ അന്ധന്മാരായി മാറും. പിന്നെയോ? തെരുവിലെ കതകുകൾ അടയും. ഈ ശബ്ദം നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല കേൾവി ശക്തി ഉള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ചെവി തെരുവിലെ കഥകായി നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. എന്നാൽ പ്രായമായവരെ സംബന്ധിച്ചോ, ഒരുപക്ഷെ താങ്കൾ താമസിക്കുന്ന വീട്ടിൽ ഒരു വാർദ്ധക്യത്തിലെ മാതാവോ പിതാവോ കണ്ടേക്കാം. വളരെ വാർദ്ധക്യമായതുകൊണ്ട് അവരുടെ ചെവികൾ കേൾക്കാൻ കഴിയുന്നില്ല. ടിവിയിലോ മറ്റു മീഡിയയിൽ കൂടെയോ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആ വാർദ്ധക്യ മാതാവിന് അത് കേൾക്കാൻ കഴിയുന്നില്ല. വാർദ്ധക്യത്തിലാകുമ്പോൾ ചെവികൾ മന്ദമാകും എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. പിന്നെയോ? അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. നമ്മൾ മുമ്പേ ചിന്തിച്ചതുപോലെ ചെറുപ്പക്കാരായിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിലുള്ള പല്ലുകൾ കൊണ്ട് നല്ലതുപോലെ ചവച്ചരച്ചൊക്കെ കഴിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും, പല്ലുകൾ കൊഴിഞ്ഞു പോയിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ പക്ഷികളുടെ ശബ്ദത്തിൽ കിടന്നുറങ്ങുമ്പോൾ, പ്രായമായ ആളുകളെ ശ്രദ്ധിച്ചാൽ അവർ കുറെ കഴിയുമ്പോൾ ഏതെങ്കിലും സന്ധ്യയ്ക്ക് ഉറങ്ങിപ്പോയൊരു കോഴി പാതിരാത്രിക്ക് കൂകിയാൽ ആ വാർദ്ധക്യത്തിലുള്ള ആളുകൾ എഴുന്നേറ്റ് കുത്തിയിരിക്കും. കാരണം പക്ഷിയുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അടുത്ത കാര്യങ്ങൾ, പാട്ടുകാരിത്തികളൊക്കെയും തളരും എന്ന് പറഞ്ഞിരിക്കുന്നു. ചെറുപ്പമായിരിക്കുമ്പോൾ വളരെ മനോഹരമായി നമ്മുടെ നല്ല നാക്കുകൾ കൊണ്ട്, നല്ല ടങ് ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് പാടുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ പ്രായമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പാട്ടുകാരിത്തിയായ നാക്ക് തളർന്നു പോകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പിന്നെ അന്ന് അവർ കയറ്റത്തെ പേടിക്കും. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് കയറാനായിട്ടോ അല്ലെങ്കിൽ ഒരു കുന്ന് കയറാനായിട്ടോ പ്രായമുള്ള ആളുകൾക്ക് വളരെ ഭയമാണ്. അന്ന് അവർ കയറ്റത്തെ പേടിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വഴിയിൽ ഭീതികളുള്ളതായി തോന്നും. പ്രായമുള്ള ആളുകൾ നടന്നു പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പ്രായമായവർ നടന്നു പോകുമ്പോൾ വഴിയിൽ ഭീതികളുള്ളതായിട്ട് അവർക്ക് തോന്നുകയാണ്. കാരണം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഓടിച്ചാടി അവർക്ക് നടക്കാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ വഴിയിൽ ഭീതികളുള്ളതായി അവർക്ക് തോന്നുകയാണ്. അടുത്ത വാക്യത്തിൽ ബദാം വൃക്ഷം പൂക്കും. ഇത്ര മനോഹരമായി നമ്മുടെ തലയിലെ മുടികളൊക്കെ ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ നമ്മുടെ തലയിലെ തലമുടിയുടെ കാര്യം ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? ബദാം വൃക്ഷം പൂക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ ബദാം വൃക്ഷം പൂക്കും എന്ന് പറഞ്ഞാൽ? നമ്മുടെ തലയിൽ
തലമുടികൾ നരയ്ക്കാൻ തുടങ്ങും. എല്ലാ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചാൽ അവരുടെ തലമുടികൾ അവിടെങ്ങളിൽ നരച്ചു തുടങ്ങും. പിന്നീട് പ്രായമാകുമ്പോൾ മുഴുവനായി നരയ്ക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അടുത്ത വാക്യത്തിൽ എന്താ കാണുന്നത്? തുള്ളൻ ഇഴഞ്ഞു നടക്കും. പ്രായമായവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ ശരീരം ഇങ്ങനെ എപ്പോഴും തൂത്തുകൊണ്ടൊക്കെ ഇരിക്കും. അവർക്ക് എന്തോ ശരീരത്തിൽ അസ്വസ്ഥതയുള്ളതുപോലെയൊക്കെ തോന്നാറുണ്ട്. തുള്ളൻ ഇഴഞ്ഞു നടക്കുന്നതായി അവർക്ക് തോന്നുകയാണ്. അടുത്ത വാക്യത്തിലോ? രോചനക്കുരു ഫലിക്കാതെ വരും. ഇത്രയും കാര്യങ്ങൾ പ്രായമാകുമ്പോൾ സംഭവിക്കുന്നെങ്കിൽ അടുത്ത വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, രോചനക്കുരു അഥവാ മെഡിസിൻസ് ഒന്നും മരുന്നുകളൊന്നും ഫലിക്കാത്ത കാലഘട്ടമായിരിക്കും പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം. അല്ലയോ മാതാവേ, പ്രായമായ അമ്മച്ചി, ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. പ്രായമുള്ള അപ്പച്ച, ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. താങ്കളുടെ ശരീരം ക്ഷയിച്ചത് കൊണ്ട്, വാർദ്ധക്യത്തിലേക്ക് എത്തിയത് കൊണ്ട് മെഡിസിൻ മരുന്നുകൾ ഫലിക്കാതെ വരുന്ന കാലഘട്ടം, രോചനക്കുരു ഫലിക്കാതെ വരും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യത്തിലോ? മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഇത്രയും കാര്യങ്ങളെല്ലാം ഇവിടെ സംഭവിച്ചതിന് ശേഷം ഒരു മനുഷ്യന്റെ കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നു. വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, മനുഷ്യന്റെ ശാശ്വത ഭവനത്തിലേക്ക് മനുഷ്യൻ പോകും. ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, ദൈവം ഭയങ്കരവും അതിശയവുമായി നമുക്ക് ഈ ശരീരവും നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഒരു കൊച്ചു ജീവിതം തന്നെങ്കിൽ, ഒരു നാളിൽ തമ്പുരാൻ വിളിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകണം. മനുഷ്യന്റെ ശാശ്വത ഭവനം എവിടെയാണ്? താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? താങ്കൾ ഇന്ന് ജീവിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വീട്ടിലായിരിക്കാം, എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരു വീട്ടിലായിരിക്കും താങ്കൾ ജീവിക്കുന്നത്. എന്നാൽ താങ്കൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ വീട് വിട്ട് ഞാൻ ഒരു നാളിൽ പോകണം. ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ പോകുമ്പോൾ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനായി കഴിയില്ല. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. താങ്കളുടെ ശരീരം വിട്ടാൽ താങ്കൾ ഏത് വീട്ടിൽ പോകും? മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അത് ശ്രദ്ധിക്കണമേ, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഇവിടെ 70, 80 അല്ല 100 വയസ്സിലധികമോ ജീവിച്ചായിരിക്കാം ഒരുപക്ഷെ താങ്കൾ മരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മളോട് തന്നെ ഞാനും നിങ്ങളും ചോദിക്കേണ്ട ഒരു ചോദ്യം, എൻ്റെ ഈ ശരീരം വിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ ഏത് ശാശ്വത ഭവനത്തിലേക്ക് പോകും? നമ്മുടെ ആരുടെയും വീടുകൾ ഒരു ശാശ്വത ഭവനമല്ല. നമുക്കിവിടെ ഏതെങ്കിലും ഒരു ചെറിയ വീടുകളോ വലിയ വീടുകളോ ഒരു കുടിലുകളോ എന്തെങ്കിലും ഒരു ചെറിയ ഒരുപക്ഷെ വീടില്ലാത്ത വ്യക്തി ആയിരിക്കാം താങ്കൾ. എന്നാൽ ഈ ലോകം വിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു ശാശ്വത വീട്ടിലേക്കാണ് പോകുന്നത്. അല്പം കൂടെ ആഴത്തിൽ വേദപുസ്തകത്തിന്റെ ആത്മീയാർത്ഥത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ശരീരമാകുന്ന വീട് വിട്ട് നിങ്ങൾ വേറൊരു വീട്ടിലോട്ട് താമസം മാറും. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഈ ബോഡിയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി നിത്യ തേജസ്സിന്റെ ഘനം പ്രാപിപ്പാൻ ഇടവരുമെന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ, ഈ മീഡിയയിൽ കൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളോട് പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം ചോദിക്കുന്നു, താങ്കളുടെ ഈ വീട് വിട്ടാൽ എങ്ങോട്ട് പോകും? ശാശ്വത ഭവനത്തിലേക്ക് പോകുമോ? ശാശ്വത ഭവനത്തിലേക്ക് പോയാൽ അടുത്തതായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അടുത്ത വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് കഴിയും. വായിക്കണമേ. വിലാപം കഴിക്കുന്നവർ, ഇനിയും മനുഷ്യന്റെ മരണം അവിടെ സംഭവിച്ചിരിക്കുന്നു. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി നടക്കും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു, ഇനിയും ആ മനുഷ്യൻ അങ്ങ് പോയി കഴിയുമ്പോൾ സാധാരണ നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്നിടത്ത് ഇന്നാള് മരിച്ചു. അടുത്ത ചോദ്യം, ശവം എപ്പോഴാണ് നടക്കുന്നത്? ഇന്നാളിനെ എപ്പോഴാണ് നടക്കുന്നതെന്നല്ല ചോദിക്കുന്നത്. സ്വാഭാവികമായി നമ്മളൊക്കെ സംസാരിച്ചു വരുന്ന വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ്, എന്ത്, ആ ശവം എപ്പോഴാണ് നടക്കുന്നത്? മനുഷ്യനങ്ങ് പോയി, പിന്നെ ശവമായി മാറി. എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും 24 മണിക്കൂറിനപ്പുറത്തേക്ക് വെക്കുവാൻ ഏത് വലിയ സ്നേഹബന്ധമുള്ള ആളും സമ്മതിക്കില്ല. കാരണം ആള് പോയി, ഇനിയും ജീർണിക്കുന്ന നശിച്ചു പോകുന്ന ഒരു ശവം മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ശരീരം എത്ര മാത്രം വെച്ചേക്കുന്നു അത്രമാത്രം അഴുകി ദുർഗന്ധം വമിക്കാൻ തുടങ്ങും.
പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ്സിൽ, ഈ ജീവൻ എപ്പോൾ കർത്താവ് വിളിച്ചാലും മടങ്ങിപ്പോകാൻ താങ്കൾ റെഡിയായിക്കൊള്ളുക. ഈ പുറംമുടി വിട്ട് അകത്തെ മനുഷ്യൻ കണ്ണിവയ്ക്കുന്നതിനിടയിൽ അങ്ങ് പോകുന്ന ഒരനുഭവത്തിലേക്ക് വരുവാൻ താങ്കളെക്കുറിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്നത്, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോയി. അടുത്ത വാക്യത്തിൽ എന്താണ് കാണുന്നത്? വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റും നടക്കുന്നു. ഒരു പക്ഷേ ഡെഡ് ബോഡിയുമായി ഒരു അടക്കത്തിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ വിലാപം കഴിച്ച് സാധാരണയായി നമ്മളൊക്കെ കാണാറുണ്ട്, വീതിയിൽ ചുറ്റി നടക്കുകയാണ്. എന്നാൽ അടുത്തതായി എന്താ സംഭവിക്കുന്നത്? വീതിയിൽ ചുറ്റി നടന്ന ആളുകൾ കൊണ്ടുപോയി ആ ശവശരീരം ഒരു കുഴിയിലേക്ക് വെച്ച് ഇറക്കുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നൊന്ന് ശ്രദ്ധിക്കണമേ. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും. ഈ ശരീരം മണ്ണിനകത്തേക്ക് വെച്ച് കഴിയുമ്പോൾ അന്ന് വെള്ളിച്ചരട് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ നാഡീ നരമ്പുകളാണ്. നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി, നമ്മുടെ ശരീരത്തിൽ ധാരാളം ഞരമ്പുകളുണ്ട്. 1500 കിലോമീറ്ററോളം നമ്മുടെ നരമ്പുകൾ ഉള്ളതായിട്ടും ഏകദേശം 1,00,000-ലധികമായി നാഡികൾ ഉള്ളതായിട്ടും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ ചിന്തിക്കുകയുണ്ടായി. ഇത്ര മനോഹരമായി സൃഷ്ടിച്ചിരുന്ന ഈ ശരീരം ഈ വെള്ളിച്ചരട് മണ്ണിനോട് ചേരുമ്പോൾ, കാരണം ഇത് പൊടിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, ഇത് പൊടിയിലേക്ക് തിരികെ ചേരേണ്ടതായിട്ടുണ്ട്. ആ പൊടിയിലേക്ക് ചേരുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ഇതാ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കണ്ടു, വെള്ളിച്ചരട് അറ്റുപോകും. അടുത്ത വാക്യത്തിലോ പൊൻകിണ്ണം തകരും. പൊൻകിണ്ണം തകരും. പൊൻകിണ്ണം എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിനെ കാണിക്കുന്നതാണ്. വളരെ മനോഹരമായ തലയോട്ടി നമുക്കുണ്ട്. ആ തലയോട്ടി അത് തകർന്നു പോകും. അടുത്ത വാക്യത്തിലോ ഉറവിങ്കിലെ കുടം ഉടയും. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഈ ജീവനോടെ ഇവിടെ ഇരിക്കുന്നത്? അതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ഉറവിരുന്നു കൊണ്ട് നിരന്തരം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമാകുന്ന ഈ ഉറവിങ്കിലെ കുടയം മണ്ണിനോട് ചേരുമ്പോൾ അത് തകർന്നു പോകാനിടയായിത്തീരും. അടുത്ത വാക്യത്തിലോ കിണറ്റിങ്കിലെ ചക്രം തകരും. നമ്മളൊക്കെ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയോ നമ്മുടെ ശരീരത്തിലെ ഈ വയറ് ഒക്കെ, ശരീരത്തിന്റെ അന്തർഭാഗത്തുള്ള ഈ വയറ് ഒക്കെ ഈ കിണറ്റിന്റെ ചക്രം ഒക്കെ തകർന്നു പോകും. അടുത്ത വാക്യത്തിലോ പൊടി പണ്ടായിരുന്നതുപോലെ. ഈ ഭാഗത്തേക്ക് വരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പോർഷൻസ് ഒക്കെ നിങ്ങളോട് വായിച്ച് അത് വിസ്തരിച്ച് പറഞ്ഞത്. പൊടി, നമ്മുടെ വിഷയം മറന്നു പോകല്ലേ, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലും എന്നവിടെ കാണുന്നു. പൊടി പണ്ടായിരുന്നത് പോലെ ആദാമിനെ ദൈവം ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച് ഭൂമിയിൽ നിന്ന് പൊടിയെടുത്ത് അവന് ആവരണം കൊടുക്കുമ്പോൾ ആ പൊടി ഭൂമിയിലേക്ക് തിരികെ ചേരും. എന്നാൽ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലും. ഈ എപ്പിസോഡിൽ ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. താങ്കളുടെ ആത്മാവ്, അകത്തെ മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യനും അകമേയുള്ള മനുഷ്യനും നമ്മൾ ചിന്തിച്ചല്ലോ. അകമേയുള്ള മനുഷ്യനെ ദൈവം വിളിക്കുമ്പോൾ താങ്കൾ എങ്ങോട്ട് പോകും? ഏത് ഭവനത്തിലേക്ക് പോകും? താങ്കളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയും വലിയ ഉദ്ദേശവും വലിയ സ്നേഹവുമുണ്ട്. താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഒരു തീരുമാനത്തിലേക്ക് വരുമോ? കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ ഉള്ളിൽ പുതുജീവൻ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ധന്യമായ നിമിഷത്തിൽ ദൈവം അത് തരും. പരിശുദ്ധ പിതാവേ, ലോകമെമ്പാടുമുള്ള മീഡിയയിൽ കൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ശരീരത്തെക്കുറിച്ച്, അവരുടെ പുറമേയുള്ള മനുഷ്യനെ കുറിച്ച്, അകമേയുള്ള മനുഷ്യനെ കുറിച്ച് അങ്ങയുടെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരുന്നതിനായി നന്ദി. ദൈവാത്മാവേ, അവരെ അസത്യത്തിലേക്ക് അങ്ങ് തന്നെ നടത്തുമെന്നുള്ളതിനായി സ്തോത്രം. കർത്താവെ, ഈ മിനിറ്റുകളിൽ അങ്ങയുടെ ആത്മാവ് പരിവർത്തിച്ച് ആ ക്രിയ ചെയ്തെടുത്തതിനായി നന്ദി. യേശു ക്രിസ്തു മുഖാന്തരം ഇളയവർ ചോദിക്കുന്നു, കൃതോ നീ കേൾക്കുമാറാകണമേ. ഇത്രയും സമയം
താങ്കൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്നതിൽ വളരെ സന്തോഷത്തോടെ താങ്കൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അടുത്ത എപ്പിസോഡിൽ താങ്കൾ ഈ സമയം നോക്കി താങ്കൾ ഈ സത്യവചനം കേൾക്കണമേ എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായും ഞങ്ങളെ അറിയിക്കണം എന്ന സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ശക്തമായി നിങ്ങളോട് ഇടപെടുവാൻ വളരെ പ്രാർത്ഥനയോടെ ഏത് മീഡിയയിൽ കൂടെയും നിങ്ങൾക്ക് ഈ വചനം കേൾക്കുവാനായിട്ട് കഴിയും. നിങ്ങൾ അതിനായി താങ്കൾ ഒരുങ്ങിയിരിക്കണം. അടുത്ത ആഴ്ച നമ്മൾ കാണുന്നത് വരെ നന്ദി. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തന്റെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിൽ വാഴുമാറാകട്ടെ.